കഴിഞ്ഞ ദിവസം ഞാൻ ആനന്ദപുരം ഫിലാറ്റലി ക്ലബിൻ്റെ ഒരു എക്സിബിഷൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അവിടെ നടത്തിയൊരു ക്വിസ് കോമ്പറ്റീഷൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത്. ആ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയത് അന്റാർട്ടിക്ക പര്യവേഷണ സംഘത്തിലെ സയൻറ്റിസ്റ്റായ ഡോക്ടർ രമേഷ് കുമാറാണ്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു ക്വിസ് കോമ്പറ്റീഷനായിരുന്നു ഇത്. തിരുവനന്തപുരം ചിന്മയ വിദ്യാലയത്തിലെ സ്റ്റുഡൻസാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ എത്തിയിരുന്നത്. അതേ വേദിയിൽ വെച്ച് ഡോക്ടർ രമേഷ് കുമാറിനെ അനന്തപുരി ഫിലാറ്റലി ക്ലബിൻ്റെ പ്രസിഡൻ്റായ രാജശേഖരൻ സാറ് ആദരിക്കുകയും ചെയ്തിരുന്നു. നമുക്കിനിയും ആ ക്വിസ് കോമ്പറ്റീഷനിലും അതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് അറിയാം. ഇത് വളരെ വിനോദവും വിജ്ഞാനവും ഉള്ള പ്രോഗ്രാമായിരുന്നു. സ്റ്റുഡൻസിനൊക്കെ വളരെയധികം ആസ്വദിച്ച പ്രോഗ്രാമാണെന്ന് അവിടെ കണ്ടത്. അപ്പം നമുക്കിനി അതൊന്ന് കണ്ടു നോക്കാം അതെങ്ങനെയുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും സ്റ്റാമ്പ് കളക്ട് ചെയ്യണം പ്ലീസ്. കാരണം 2-3 കാര്യങ്ങൾ ഞാൻ റെഗുലർ ആയിട്ട് ഒരു മേഘദൂത് പോസ്റ്റ് കാർഡ് കൊണ്ടുവരാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. മേഘദൂത് പോസ്റ്റ് കാർഡിന്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, 25 പൈസയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഒരു എഴുത്ത് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് 2-3 കാര്യങ്ങളാണ്. ഒന്ന് പോസ്റ്റ് ബോക്സ് അറിയാം, പോസ്റ്റ് ഓഫീസ് അറിയാം, ഒരു എഴുത്ത് എഴുതും. നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു എഴുത്ത് എഴുതുണ്ടാവുക. അതെനിക്ക് അയക്കാൻ പറഞ്ഞിട്ട് ആദ്യത്തെ 3 പ്രൈസ് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കൊണ്ടുവന്നത് ആലുവയിലിരിക്കുകയാണ്. അത് ഞാൻ തീർത്ത് പിടിച്ചോട്ട് കൊണ്ടുവരാൻ മറന്നുപോയി. മേ ബി അല്ലെങ്കിൽ പ്ലീസ് ഈ സാറിനെ ഓർക്കുക, ഈ സാറന്മാരെ ഓർക്കുക. കാരണം നിങ്ങളൊരു തൊട്ടപ്പുറത്ത് ഒരു ഫിലാറ്റലി ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. 200 രൂപ കൊടുത്തിട്ട് ഒരു ഫിലാറ്റലി ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേരിൽ തന്നെ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കാം. ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫോട്ടോ മൈ സ്റ്റാമ്പ് എന്നിട്ട് മോനുണ്ട് അവിടെ പോയിട്ട് ഒരു മൈ സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോയിൽ ഒരു ബർത്ത്ഡേ സമയത്തോ എന്തെങ്കിലും ആണെങ്കിൽ ഫ്രണ്ട്സിന്റെയോ അച്ഛനമ്മമാരുടെ വെഡിങ് ആനിവേഴ്സറി, സോ മെനി തിങ്സ് ക്യാൻ ബി ഡൺ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട്. അപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആവശ്യം സോ മെനി സ്കീം. ഓക്കെ, അത് യൂസ് ചെയ്യാം. ഓക്കെ, so this is a very interesting and useful and educational hobby. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. ഇപ്പൊ സാർ ചോദിച്ചപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ പറയാം, കോവിഡ് സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ കവർ ഇറക്കി 30 രൂപയുടെ സ്പെഷ്യൽ കവർ ഒരാഴ്ച കൊണ്ട് 300 രൂപയായി. 30 രൂപയുടെ ഒരു സ്പെഷ്യൽ കവർ ഒരാഴ്ച കൊണ്ട് 300 രൂപയായി. സാധാരണ അത് കുറെ സമയം എടുക്കും, പക്ഷെ അത്രമാത്രം സമയമൊന്നും വേണ്ട. ഓക്കെ, പല പല സ്റ്റാമ്പുകളുണ്ട്. ഇത് കൂടാണ്ട് സ്മെല്ല് ചെയ്യുന്ന സ്റ്റാമ്പ് ഉണ്ട്, കഴിക്കാവുന്ന ചോക്ലേറ്റ് സ്റ്റാമ്പ്സ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. കോഫിയുടെ സ്മെൽ ഉണ്ടാകുന്നുണ്ട്, ജാസ്മിന്റെ സ്മെൽ ഉണ്ട്, റോസിന്റെ സ്മെൽ ഉണ്ട്, പെർഫ്യൂംസിന്റെ സ്മെൽ ഉണ്ട്. എൻ നമ്പർ ഓഫ് സ്റ്റാമ്പ്സ്. അപ്പം അനോമലസ് സൈസ്, ഷേപ്പ്, റെക്ടാംഗുലർ, സർക്കുലർ, ഗാന്ധിയുടെ ഒരു സർക്കുലർ സ്റ്റാമ്പ് ഉണ്ട്, ഡയമണ്ട് സ്റ്റാമ്പ് ഉണ്ട്, ഇങ്ങനെ യു നെയിം ഇറ്റ്, എവറിത്തിങ് ഇസ് ദർ. സോ ടേക്ക് ഇറ്റ് ആസ് എ ഹോബി ആൻഡ് ഇറ്റ്സ് എ യൂസ്ഫുൾ ഹോബി, എഡ്യൂക്കേഷണൽ ഹോബി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഹോബി ഓൾസോ. ഓക്കെ, അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് എടുത്തതുപോലെ ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലും പോയി ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മൾ ആദരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ക്ലബ്ബ്, ഈ എക്സിബിഷൻ അസോസിയേഷൻ അദ്ദേഹത്തിനെ ഇന്നലെ ആദരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വേറൊരു ആദരവ് കൂടെ നമ്മൾ നടത്തുകയാണ്. അതിലേക്ക് ചെറിയ മൊമെന്റോ അദ്ദേഹത്തിന് വേണ്ടി. ഒരു ടീച്ചർ വരും, ഒരു ടീച്ചറോട് വന്നാൽ നന്നായിരുന്നു. വാല്യൂ വരും. ടീച്ചറെ കൂടി 2 ടീച്ചർമാര് വരും. ടീച്ചറും വരും. അടുത്ത്. ഓ, വെരി ഗുഡ്, നല്ല കാര്യം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സാറിനെ കോൺടാക്ട് ചെയ്താൽ ഇതേപോലത്തെ ക്ലാസ്സുകൾ അവിടെ സ്കൂളിൽ വന്നു. ഓക്കെ, പോയിട്ടുണ്ടായിരുന്നു 1986-87 ഒരു ഇന്ത്യൻ സയന്റിഫിക് എക്സ്പെഡിഷന്റെ പാർട്ടായി. മെമ്പർ ഓഫ് ദ 6 ഇന്ത്യൻ സയന്റിഫിക് എക്സ്പെഡിഷൻസ് അന്റാർട്ടിക്ക ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്റെ എക്സ്പെഡിഷൻ ലീഡർ ഡോക്ടർ ഫൊണ്ടേക്കർ ആയിരുന്നു. വിനോദ് ദർഗൽക്കർ, ഫൊണ്ടേക്കർ, പവനിപ്പോൾ ഇന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ബേസിക്കലി ഒരു ഇതായിരുന്നില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. നിങ്ങളെ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ധാരാളം ചോക്ലേറ്റ് പ്രൈസസ് ഉണ്ട്, നല്ല പിക്ചർ പോസ്റ്റ് കാർഡ്സ് ഉണ്ട്. ഇവിടുത്തെ ഗോവയിൽ, ഞാൻ ഗോവയിലുള്ള സയൻസ് ആണ്. ഓക്കെ, ധാരാളം ബട്ടർഫ്ലൈസ്,
പെൻഡിൽസിന്റെ പിക്ചേഴ്സ് 37 വർഷം മുമ്പുള്ള പെൻഡിൽസിന്റെ പിക്ചേഴ്സ് ഉണ്ട്. ഇന്ത്യൻ വിമൻ സയൻസിന്റെ ധാരാളം പഠനങ്ങളുണ്ട്. മിസ് അന്നാമണി എന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ സ്റ്റാമ്പ്സ് എങ്ങനെ കളക്ട് ചെയ്യണം, സ്റ്റാമ്പ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ധാരാളം ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻസർ പറയാനായിട്ട് കൈ പോവുക. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ലെവൽ സ്റ്റാർട്ട് ചെയ്യാലോ. എല്ലാവരും റെഡിയല്ലേ? ഒരു തവണ പ്രൈസ് കിട്ട് വീണ്ടും വീണ്ടും പ്രൈസിലേക്ക് നോക്കിക്കരുത്. ബാക്കിയുള്ളവർക്ക് പ്രൈസ് കിട്ടുന്നുണ്ട്. ഓക്കെ, എവരിബഡി ഷുഡ് ബി ചാൻസ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ചോദ്യം ചെയ്യാം. നിങ്ങൾക്ക് ആർട്ടിക്കും അന്റാർട്ടിക്കായിട്ടുള്ള ഡിഫറൻസ് പറയാൻ പറ്റില്ല? ആർട്ടിക്കും അന്റാർട്ടിക്കായിട്ട് ഓക്കെ എന്താണ്? അതല്ല മോനെ, സ്പെല്ലിംഗ് എല്ലാം നോക്കുള്ളത് എഴുതിയിരിക്കും. ഐ ആം ലുക്കിംഗ് ഫോർ സംതിങ് മോർ. Anybody wants to try? Main difference between not in the spelling, not in the North Pole or South Pole, something more, something different. Fast, 5 seconds ago, I can rapid fire question. If you know, you say you know. Anyway, I won't go into that. Antarctica, so many things are there. I won't go into those details. ഈ രണ്ട് പിക്ചർ പോസ്റ്റ് കാർഡ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് നടത്തിയതാണ്. വേരിയസ് സ്റ്റേഷൻസ്. ഇന്ത്യയുടെ ഫസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ അന്റാർട്ടിക്ക ഏതാണെന്ന് പറയാൻ പറ്റുമോ? Anybody wants to try? First Indian research station in Antarctica. Anybody wants to try? Sorry. My place second station ആണ്. Anyway, ദക്ഷിണ വരൂ. ഇത് ഫാസ്റ്റ് വരും. ഞാൻ ആദ്യം തന്നെ പുസ്തകം തരാം. മോളിലേക്ക് വരട്ടെ, ഈ ഫീൽഡിലേക്ക് വരത്തക്ക വിധത്തിൽ. ഓക്കെ, ഓൾ ദ സ്റ്റാമ്പ് എങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്. Very good. All the best. Next slide. Sorry. Next slide. എന്റെ ഗുരുക്കന്മാര് വിചാരിച്ചില് ഇതെന്റെ അച്ഛനാണ്. പുള്ളി ഒരു ബാങ്കിലായിരുന്നു. ഇത് ബാലകൃഷ്ണ അസീപ്പേടിലാണ് നഗരത്തിൽ. അച്ഛൻ ഒരു പൈസ പോലും കാശ് കൊടുത്തിട്ട് സ്റ്റാമ്പ് മേടിച്ചിട്ടില്ല. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ഇതാണ്, ഹോബിയാണ്. ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഫിലാറ്ററി ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇവിടെ ധാരാളം കോസ്റ്റ് ചെയ്യണം. അപ്പം അച്ഛനെല്ലാം അങ്ങനെ തന്നെ കളക്ട് ചെയ്താണ്. പക്ഷെ ഞാനിങ്ങനെ ധാരാളം കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് രണ്ടാമതായിട്ട് ബാലകൃഷ്ണദാസൻ എന്നെ ഉപദേശിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, 1 or 2 തീം മാത്രം കളക്ട് ചെയ്യുക. എല്ലാ തീമല്ല, കാരണം ഫിലാറ്റിൽ ധാരാളം തീംസ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ധാരാളം തീംസ് ഉണ്ട്. ഇത് കൂടാണ്ട് നവേൽക്കർ, ഇങ്ങനെ ഫൗണ്ടിംഗ് പ്രസിഡന്റ് ഓഫ് ആക്ച്വലി ഗോവ ഫിലാറ്റലിക് ഇൻവെസ്റ്റ്മെന്റ് സൊസൈറ്റിയിലാണ് നവേൽക്കർ സാറാണ്. അങ്ങേര് പറഞ്ഞു, എന്ത് കളക്ട് ചെയ്യുകയാണെങ്കിലും കംപ്ലീറ്റ്നെസ് കാണും. ഏത് തീം, അന്റാർട്ടിക്ക ആണെങ്കിലും എന്താണെങ്കിലും ആ തീം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. അതാണ് നെക്സ്റ്റ്. അപ്പം എന്റെ ഫിലാറ്റലിക് ഐറ്റംസ് ധാരാളം ഉണ്ട്. ഒന്ന് അന്റാർട്ടിക്ക തന്നെ ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങി. താങ്ക്സ് ടു നവേൽക്കർ സാർ. കുറച്ച് കവേഴ്സിലൂടെ പോയി. ബയോഡൈവേഴ്സിറ്റി ഇന്ത്യ കളക്ട് ചെയ്തു. കൊച്ചിൻ പോസ്റ്റ് ഹിസ്റ്ററി കളക്ട് ചെയ്തു. ഫസ്റ്റ് കവേഴ്സ് ഇപ്പം ഗോവയുടെ, ഞാൻ ഗോവയിൽ താമസിക്കുന്നതുകൊണ്ട് എന്റെ മാതൃഭാഷ കൊങ്കണിയാണ്. അപ്പം അവിടെ ഇത് കളക്ട് ചെയ്തു. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഇന്ത്യക്ക് ധാരാളം സ്ഥാപനമുണ്ട്. മാക്സിം ക്ലാസ്, ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഒരു ജഗന്നാഥ് മണി എന്ന് പറഞ്ഞ സാർ ഉണ്ടായിരുന്നു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു സാറ്. ഒളിമ്പിക്സ് ഈ വർഷം ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഫിലാറ്റലിക് ഗോവയിലുണ്ട്. പോർച്ചുഗീസ് ഇന്ത്യ ഗോൾഡാണ്. അന്റാർട്ടിക്കയുടെ ടെമ്പറേച്ചർ എന്താണെന്ന് പറയാം, അത്യാവശ്യം മിനിമം ടെമ്പറേച്ചർ എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് മിനിമം ടെമ്പറേച്ചർ പറയാം. അത് ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ കണ്ടിട്ടായിരുന്നു. ഫാസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടോ? മിനിമം ചോദിച്ചു പോലെ പറയൂ. കയ്യിൽ കണ്ടിരിക്കുക, ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുക. പറയൂ പുറകെ പറയൂ. വരൂ -100 വരെ വരും, കുഴപ്പമില്ല. അന്റാർട്ടിക്കയിൽ ഒരു സൺറൈസിന്റെ ഒരു പടമാണ്. അന്റാർട്ടിക്കയിൽ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് 37 വർഷം മുമ്പത്തെ ഫോട്ടോ ആണ്. ഇപ്പോഴത്തെ പോലെ പണ്ടത്തെ ഫോട്ടോഗ്രാഫി ഒരു ഫിലിം കൊണ്ടുപോകണം, ക്യാമറ ലോഡ് ചെയ്യണം, അത് ഷേക്കായാൽ പോയി വീണ്ടും തിരിച്ചു വരണം. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ സെൽഫി എടുത്താണ് പെൻവിന്റെ കൊടുക്കുന്നുണ്ട്. It can go up -100 degrees Celsius over Antarctica. അതാണ് മിനിമം ടെമ്പറേച്ചർ.
ഓക്കെ, നമ്മളവിടെ ഏജിലൊക്കെ ടെമ്പറേച്ചർ അറിയാം, 26, 27 എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഇമാജിൻ മൈനസ് ആണ്. എങ്ങനെ പോകുന്നു അന്റാർട്ടിക്ക? ഇങ്ങനെ പല ആൾക്കാർക്ക് പല രീതിയിൽ പോകാം. ബേസിക് ആയിട്ട് നമ്മള് ഷിപ്പിന് പോകും. സാധാരണ ഷിപ്പിന് പോകാൻ പറ്റില്ല, ഒരു ഡബിൾ മാൾ വെസൽ വേണം, അല്ലെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് വെസൽ വേണം. മനസ്സിലായോ? നിങ്ങൾ ടൈറ്റാനിക് ഷിപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ അല്ലേ? അതപ്പോ ആ ടൈറ്റാനിക് ഷിപ്പ് സൗത്ത് ആഫ്രിക്കയിൽ ന്യൂയോർക്കിൽ പോയപ്പോ ധാരാളം പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരും വേണം, 2 സീറ്റ് ഉണ്ട്, ഇവിടെ വരും, ഇവിടെ വരാം. അപ്പം അതുപോലെ ഗോയിങ് ടു അന്റാർട്ടിക്ക യു നീഡ് എ ഡബിൾ മാൾ വെസൽ ഓൺ ഐസ് ബ്രേക്കിംഗ്. അങ്ങനെയുള്ള ഷിപ്സിലാണ് നമ്മൾ പോയിരിക്കുന്നത്. ഞങ്ങൾ ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്മോൾ ഏരിയ മൗറീഷ്യസിൽ സ്റ്റോപ്പ് ക്യാമ്പ് ആയിട്ട് ദക്ഷിണ പോയത്. Nowadays we start going from here. The Australian Antarctic Club ships on. You can see. I won't go into this. Next slide, sir. പണ്ട് ആൾക്കാര് സ്ലെഡ്ജസിലാണ് പോകുന്നത്. ഹസ്കീസ് അല്ലെങ്കിൽ ഡോഗ്സ് എന്ന് പറയും. ഡോഗ്സ് ഹസ്കീസ് ഡോഗ് സ്ലെഡ് എന്ന് പറയും. ഇത് ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ കഥകളാണ്. ഇപ്പം ഞാൻ ചെറുത് കാണിക്കാം. സ്നോ മൊബൈൽസ് എന്ന് പറയാം. ഓക്കെ, അതിലാണ് ഇപ്പൊ പോകാം. അത് സ്കൂട്ടർ പോലെ തന്നെ. സ്നോ മൊബൈൽസ് ഇത് ആക്ച്വലി 1954 അത് ഫസ്റ്റ് സ്റ്റേഷൻ ഓഫ് മൗസ് ആണ്. നെക്സ്റ്റ് ലൈൻ. എന്തിന് അന്റാർട്ടിക്ക പോകുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ട് നിങ്ങൾ അന്റാർട്ടിക്ക പോകുന്നു? പെൻഗ്വിനെ കാണാൻ പോകുന്നില്ല. എന്ത് റിസർച്ച് ചെയ്തു പറയാം? പ്രൈസ് കിട്ടിയ ഒരു മിനിറ്റ് ആലോചിക്കാൻ മതി. എന്താ പറയൂ? അന്റാർട്ടിക്കയാണ് ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് എക്സ്പ്ലോറേഷനുള്ള ആയിട്ട് കാണുന്നു. I am asking about research point of view. What you said is true. Exploration fine, അതാണ് exploration. For research point of view, ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? For temperature. So like I saw news that they discovered a virus there. A virus which was like Virus. Anyway, come. No problem. Give a big round of applause. ബേസിക് ആയിട്ട് ധാരാളം റിസർച്ച് ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക് സയൻസസില്, ജിയോളജിയില്, ബയോളജിയില്, പല ഫീൽഡുകളിലാണ് റിസർച്ച് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ഓഷ്യനോഗ്രാഫി. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ടു സ്റ്റഡി ക്ലൈമറ്റ് ചേഞ്ച് അന്റാർട്ടിക്ക ആണ്. എന്തുകൊണ്ടാണ് അന്റാർട്ടിക്ക എ ഗുഡ് പ്ലേസ് ടു സ്റ്റഡി ക്ലൈമറ്റ് ചേഞ്ച്? ആർക്കെങ്കിലും പറയാമോ? അന്റാർട്ടിക്ക പറയൂ. ഓസോൺ ഡിപ്ലീഷൻ കാരണം അന്റാർട്ടിക്കനെ അഫക്ട് ചെയ്യും. ഓക്കെ, പക്ഷെ അതുകൊണ്ടല്ല കാരണം. But that's not the reason. You got already present. Okay. Very good. That was the answer. There is no human intervention on Antarctica. Come, very good. Very good answer. That was the answer I was looking for. അവിടെ ഒറ്റ ഹ്യൂമൻസ് ഇല്ല, ആകപ്പാടെ റിസർച്ചേഴ്സ് മാത്രമേ ഉള്ളൂ അന്റാർട്ടിക്കയിൽ. വെരി ഗുഡ്, എക്സലന്റ്. അപ്പൊ അങ്ങനെ പല റിസർച്ച് ഓസ്ട്രേലിയൻ അന്റാർട്ടിക് ടെറിട്ടറിയിലെ പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഇത് കൂടാണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും geographic and magnetic pole different on Antarctica. When you say 90 degrees south is actually we call it actually geographic south pole. But the magnetic south pole totally different. I just wanted to show you and some of the ആദ്യമായിട്ട് ഇന്ത്യയിലും ആൾക്കാർ പോയ സൗത്ത് പോളിന്റെ കവറാണ് അന്റാർട്ടിക്ക. So geographic south pole and magnetic south pole are totally different. Okay, please understand. Next slide. ഇത് കൂടാണ്ട് അന്റാർട്ടിക്കയിൽ ഒരു ട്രീറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ ഒരു ട്രീറ്റി 1961 12 രാജ്യങ്ങളുണ്ടായിരുന്നു. മനസ്സിലായോ? ഈ ട്രീറ്റിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ 12 രാജ്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അർജന്റീന, ഓസ്ട്രേലിയ, ബെൽജിയം. ഈ ട്രീറ്റി വരാൻ കാരണം അന്റാർട്ടിക്ക നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൂടാണ്ട് 1-2 രാജ്യങ്ങൾ ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ് അതൊക്കെ അവരുടെ സ്വന്തം ഇതായിട്ട് വെച്ചുള്ളത് പാടില്ല എന്നിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഒരു ട്രീറ്റി ഉണ്ടാക്കി. അവിടെ മിലിറ്ററീസ് വെക്കാൻ പറ്റില്ല, പല കാര്യങ്ങൾ. ഇന്റർനാഷണൽ സയന്റിഫിക് കോർപ്പറേഷൻ, സോ മെനി തിങ്സ് വർ ദർ. ഇതൊരു ഇന്ത്യൻ പോസ്റ്റൽ കവറാണ്. അന്റാർട്ടിക്ക ഫസ്റ്റ് കവറാണ് 1960. ഇങ്ങനെ പല രാജ്യങ്ങൾ ഉണ്ടാക്കിയതാണ്. റേഡിയോ ആക്ടിവിറ്റീസ് പല കാര്യങ്ങളുണ്ട്. സ്റ്റേഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് സ്ലൈഡ്. Antarctic covers Kenya, UNICEF, you can see Germany, you can see this one, you can see various countries in the Next. Again, another.
how do you move? ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഹസ്കീസിനെ ടോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. Nowadays we actually move. We have actually helicopters. Indian Navy helicopter, Indian Air Force helicopter വഴിയാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അതുപോലെ സ്നോ മൊബൈൽസ് ആൻഡ് സ്നോ സ്കൂട്ടേഴ്സ് വഴി അത് പോകും. Then you can actually go by so many things are there. Because going to Antarctica is not easy. നിങ്ങൾ കരയിൽ നടത്തുന്ന പോലെയല്ല, ഐസിന്റെ പുറത്ത് നടക്കുന്നു. മനസ്സിലായോ? ഐസിന്റെ പുറത്ത് നടക്കുന്ന വളരെ ടഫാണ്. നമ്മൾ പോകുന്നതിന് മുമ്പ് 2 ആഴ്ച ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഹൈ ഓൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ. Okay, at cost in Sonamark and Gulmarg. So that was actually tough training. നമ്മുടെ എക്സ്പെഡിഷൻ 6ാമത്തെ എക്സ്പെഡിഷൻ 25 നേവിക്കാരനായിരുന്നു, 25 എയർഫോഴ്സുകാരനായിരുന്നു, 25 ആർമിക്കാരനായിരുന്നു, 25ഓളം സയന്റിസ്റ്റുണ്ടായിരുന്നു. 100 പേര് അടങ്ങിയ സംഘമാണ് 1986-87 6th എക്സ്പെഡിഷന്റെ ഭാഗമായി പോയത്. ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് അവിടെ ഉണ്ടായിരുന്നു, ഓസോൺ ഹോൾ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ചോദിക്കാം, പ്രൈസ് കണ്ടില്ല. Which day is celebrated as the World Ozone Day? One particular day. നിങ്ങൾക്ക് Father's Day, Mother's Day, Children's Day celebrated. One particular day is celebrated as actually World Ozone Day. Why? What class? June. Huh? Correct. This boy has correctly answered it. It is 16th September every year. Give me a big round of applause. There are a lot of things. I won't go there. It is a simple question. ഈ ഓസോൺ ഡിപ്ലീഷൻ എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാമോ? ഏത് ഗ്രീൻ ഹൗസ് ഗ്യാസ് കൊണ്ടാണ് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകുന്നത്? പൈസ ഉണ്ടാണ്ടിരിക്കുക. കിട്ടാത്തവര് പറയട്ടെ. ടീച്ചറോടൊന്നും ചോദിക്കില്ല. കുട്ടിയില്ലല്ലേ? പൈസ കിട്ടില്ലേ? പറയൂ. കാർബണാണ്. അത് അബ്ജേ യൂസ് ചെയ്യുന്ന വെരി ഗുഡ്. What is it? Give me a big round of applause. പറയാം ഒരു മിനിറ്റ് കഴിയില്ല. ധാരാളം മൗണ്ടൻസ് ഉണ്ട്. നമുക്ക് ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടൻസ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റാമ്പ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വളരെ പാടാണ് കേട്ടോ. അന്റാർട്ടിക്ക ഈ ലെവൽ വെച്ചിട്ട് ഞാൻ ചെന്നൈയിൽ നാഷണൽ ലെവലിൽ ഒരു സിൽവർ മെഡൽ ഒക്കെ ഇട്ടിട്ടായിരുന്നു സ്റ്റാമ്പിന്. നിങ്ങൾ ഐസ്ബർഗിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിൽ ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ് എന്നുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ്? ആരെങ്കിലും പറയും. ഇംഗ്ലീഷ് നിങ്ങൾ ടൈറ്റാനിക് മൂവി ആലോചിച്ചാൽ മതി. അതിന്റെ ഫസ്റ്റ് മെയിൻ പോയത് ഇതിന് ഐസ്ബർഗ്. Top of the above, how much is above and how much is below? 90%. Kamu said, come below. Now the price is below there. What? Actually, price is below. It's not top on that. No problem. ഇതൊരു ഫോട്ടോഗ്രാഫ് ഞാൻ എടുത്താണ് കേട്ടോ. ഈ ഫോട്ടോഗ്രാഫ് ഞാൻ എടുത്താണ്. 37 വർഷം മുമ്പ് ഞാൻ എടുത്താണ് ഷിപ്പിന്ന്. ഇതൊരു പിക്ചർ പോസ്റ്റ് കാർഡ് ഗോവ പോസ്റ്റ് ഡിവിഷൻ നടത്തിയതാണ്. നെക്സ്റ്റ് സ്ലൈഡ് സർ. ധാരാളം ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പെൻഗ്വിൻസ് ഉണ്ട്. ഒരു 4-5 പെൻഗ്വിന്റെ പേരുകൾ പറയാം. ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പെൻഗ്വിൻ. ആരെങ്കിലും അറിയാമെങ്കിൽ കൈ ഉയർത്തുക. ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പെൻഗ്വിൻസ്. പറഞ്ഞു പളമോനെ. ഇനി പോവാം, കുഴപ്പമില്ല. ധാരാളം പെൻഗ്വിൻസ് ഇത് കൂടാണ്ട് ധാരാളം റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. ഒരു കുട്ടി പറഞ്ഞു മൈത്രി എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് തന്നെ 3 റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. ദക്ഷിൺ ഗംഗോത്രി, മൈത്രി. മൈത്രി ഈസ് ആക്ച്വലി നമ്മൾ റഷ്യൻ സ്റ്റേഷന് തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ടാണ് മൈത്രി ഫ്രണ്ട്ഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാണ്ട് 3ാമത്തെ സ്റ്റേഷന്റെ പേര് ഭാരതിയാണ്. ഇന്ത്യ ഹാസ് ഓൾസോ എ റിസർച്ച് സ്റ്റേഷൻ ആക്ച്വലി ആർട്ടിക്. അതിന്റെ പേര് എന്താണെന്ന് പറയാമോ? ഇന്ത്യക്ക് ആർട്ടിക്കിലും ഒരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. അന്റാർട്ടിക്കൽ പറയുന്ന പോലെ തന്നെ ആർട്ടിക്കിലും റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. ആർട്ടിക്കിലിന്റെ പേര് അറിയാമോ?
Research station in Arctic. India has a research station in Arctic. അന്റാർട്ടിക്കയിലെ 3 പേര് ഞാൻ പറഞ്ഞു ഓൾറെഡി. ദക്ഷിൺ ഗോത്രി, മൈത്രി, ബാലി. ഇത് 2 റഷ്യൻ സ്റ്റേഷൻസിൻ്റെതാണ്. നമ്മുടെ മൈത്രിയുടെ തൊട്ടടുത്തൊരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു റഷ്യക്കാരനെ അന്റാർട്ടിക്കയിൽ തോൽപ്പിച്ചു. ഓക്കെ, നോട്ട് എ ബാഡ് തിങ്. So he gave me a moment a lot of books. Next slide. We have also this actually Argentina. Next. Again, South Africa, water. Little America. American. Next. Again, Australia. You can see the variety of stations of Australia. Australia was right from Argentina. ഇന്ത്യയുടെ ഫസ്റ്റ് അന്റാർട്ടിക് എക്സ്പെഡിഷൻ ലീഡ് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റിന്റെ ഫോട്ടോഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ വാണ്ട് ദ നെയിം ഓഫ് ദ പേഴ്സൺ. ഏത് വർഷത്തിലാണ് പോയെന്നും പറയണം. ഇത് ഞാൻ നല്ലൊരു പുസ്തകം തരാം. ഫസ്റ്റ് ഹൂ ലെഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ സയന്റിഫിക് എക്സ്പെഡിഷൻ ടു അന്റാർട്ടിക്ക. ഐ വാണ്ട് ദ ഇയർ ആൻഡ് ദ നെയിം ഓഫ് ദ പേഴ്സൺ. സാറിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. You can see his photographs here. ധാരാളം കൊടുത്തിട്ടുണ്ട്. ഐ വിൽ സേ ഞാൻ NIO എന്ന് വരുന്ന ആളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി വാസ് എ പ്രീവിയസ് ഡയറക്ടർ ഓഫ് NIO. അവർക്കെന്നെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഫാസ്റ്റ് 5 seconds ഉള്ളൂ. ഇനി ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു ദ ആൻസർ. ഓക്കെ, ഹി ഈസ് ആക്ച്വലി ഡോക്ടർ SSL കാസിം നോയൽ. ഇങ്ങനെ ഫോർമർ ഡയറക്ടർ ആയിരുന്നു. ഇവിടെ CMFR ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫോർമർ ഡയറക്ടർ തന്നെയായിരുന്നു. നമ്മൾ പോയതാണ് ലേറ്റ് 80s, അല്ലെങ്കിൽ ലേറ്റ് 70s ശ്രീമതി ഇന്ദിരാഗാന്ധി, ലേറ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഇങ്ങനെ കാസിം സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, Are you ready to go to Antarctica? So the whole mission was kept as a top secret. നമ്മൾ പുറത്തൊന്നും അഡ്വർടൈസ് ചെയ്തില്ല. We were not sure whether it will be successful or failure. So we went there and we did the expedition. We could come of scientists actually from this one. അതിനോടനുബന്ധിച്ച് ഒരു സ്റ്റാമ്പ് ആക്കിയിട്ടാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഡേ കവർ ആണ് കാണുന്നത്. ഫസ്റ്റ് ഡേ കവർ ഓഫ് and there are 2 different things. ഒരു ഷിപ്പ് വെച്ചിട്ടുള്ള ക്യാൻസലേഷൻ ഉണ്ട്, ഒരു വീഡിയോ ടൈപ്പ് ഉണ്ട്, അതിലൊരു ഇൻഫർമേഷൻ ഷീറ്റ് ഉണ്ട്. ഇതാണ് സാധാരണ കാണുന്നത്. പണ്ടൊരു ഇൻഫർമേഷൻ ഷീറ്റ് ബ്രോഷറായി the first day cover and 2 different types you can see. One is actually the ship cancellation, and this is Dr. SSL Kasim. ഇങ്ങനെയാണ് ഇത് രീതിയിൽ 1981 ഡിസംബറിൽ പോയി 82 അവിടെ എത്തി. 9th January 1982 റിലീസ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഇന്ത്യൻ റിസർച്ച് സ്റ്റേഷൻസിന്റെ ധാരാളം കവറുകളുണ്ട്. കാരണം കവറുകൾ മാത്രമല്ല പല ഇതുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കൂടി പറയാം. നിങ്ങളിവിടെ സാധാരണ പല പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ഉണ്ട്. അതുപോലെ ഒരു പോസ്റ്റ് ഓഫീസ് ദക്ഷിൺ ഗംഗോത്രിയിലുണ്ട്. ഇന്ത്യയുടെ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഔട്ട്സൈഡ് ഇന്ത്യയുടെ ദക്ഷിൺ ഗംഗോത്രിയിലാണ്. അപ്പം അതും ഒരു ഇന്ത്യയായിട്ടുള്ള ഒരു കണക്ട് ഉണ്ട്, ഗോവയായിട്ട് കണക്ട് ഉണ്ട്. അവിടുത്തെ പിൻകോഡും ഇവിടുത്തെ പിൻകോഡും സെയിമാണ്. ആ പിൻകോഡ് പറയുകയാണെങ്കിൽ അതിന്റെ വേണ്ട പ്രൈസ്. ഗോവയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡും ദക്ഷിൺ ഗംഗോത്രിയുടെ പിൻകോഡും സെയിം ആണ്. അതാർക്കെങ്കിലും പറയാമെങ്കിൽ പിൻകോഡ് കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന ഗോവയിൽ നിന്നായിരിക്കും. ആർക്കെങ്കിലും ട്രൈ ചെയ്യണം ആഗ്രഹമുണ്ടോ? നിങ്ങൾ പോസ്റ്റ് ഓഫീസിനെ കണ്ടിട്ടില്ല അല്ലേ? പിന്നെയാണ് പിൻകോഡ്. പിൻകോഡ് എന്ന് പറയാമോ? PI ന്റെ ഫുൾ ഫോം എന്ന് പറയാമോ? ആരെങ്കിലും പറയാമോ? PI പിന്നിന്റെ ഫുൾ ഫോം ആരെങ്കിലും? ഓക്കെ, പറയുമ്പോൾ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ സ്നേക്സ് ഓഫ് ഗോവ നടത്തിയിട്ടുണ്ട്. പേടിക്കുന്നുണ്ട്, സ്നേക്സ് വേണ്ട, വേറെ ഈസ് നോട്ട് ഹാപ്പി വിത്ത് സ്നേക്സ്. ബേർഡ്സ് തരാം. ഇത് കോമൺ ബേർഡാണ്, ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇറ്റ് ഈസ് 403001 ആണ്. മനസ്സിലായോ? 403001 ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഈ പിൻകോഡുള്ള 5 പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഒന്ന് ഞാൻ താമസിക്കുന്ന സാന്റിനസിലുണ്ട്, പഞ്ചിമ ഹെഡ് പോസ്റ്റ് ഓഫീസിലുണ്ട്, കോണ്ടൈനേഴ്സ് ഉണ്ട്. ഇത് കൂടാണ്ട് ദക്ഷിൺ ഗംഗോത്രിയിലുണ്ട്. മനസ്സിലായോ? Why is the same? Because most of the letters were actually going from earlier it was from NIO, then it came to NC4. Anyway, you can just see. അതൊരു സ്റ്റാമ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ദക്ഷിൺ ഗംഗോത്രി പോസ്റ്റ് ഓഫീസിന്റെ ഒരു സ്റ്റാമ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് കവറാണ്. അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാൻസലേഷൻസ് കാണാം. പറയുന്നത് പെൻവിന്റെ ക്യാൻസലേഷൻസ് കാണാം. ഇത് നമ്മുടെ എക്സ്പെഡീഷനിലാണ്. നമ്മുടെ പർവ്വതമായിരുന്നു 6 എക്സ്പെഡീഷൻ. അവിടെ സ്റ്റേഷൻ കമാൻഡർ ദക്ഷിൺ ഗംഗോത്രി സ്റ്റേഷൻ കമാൻഡർ വിനോദ്
ഡിഫറെന്റ് സ്പീഷീസ് മറാൻഗോളജി അല്ലെങ്കിൽ ഒരിനോളജി ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടുള്ളതാണ്. Antarctica is as desert as actually Sahara. Sahara ഒരു warm desert ആണ്, whereas Antarctica is a cold desert. Okay, അവിടെ പെയ്യുന്ന സ്നോഫോൾ ഇസ് വെരി ലെസ്. പക്ഷേ അവിടെ ഇതാകുമ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ധാരാളം ഇതൊക്കെ മെൽറ്റ് ചെയ്യും. അതുകൂടാണ്ട് Antarctica 90% of the bird size is over Antarctica and 68% of the world's freshwater is over Antarctica. 68% freshwater 90% അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എസ്പെഷ്യലി സീ ലെവൽ റൈസിംഗ് കേട്ടിട്ടുണ്ടോ? സീ ലെവൽ അത് കൂടി കഴിഞ്ഞാൽ എല്ലാ കോസ്റ്റ് ഏരിയസും കൊച്ചിയോ ട്രിവാൻഡ്രമോ ചെന്നൈയോ കൽക്കട്ടയോ മുംബൈയൊക്കെ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ചെറിയ ചെറിയ ഐലൻഡ്സ് മാലദ്വീപ്സ് ഗാന അല്ലെങ്കിൽ ലക്ഷദ്വീപ് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഒക്കെ വെള്ളത്തിനടിയിലാണ്. ഇതാണ് ഒരു പുസ്തകം. ഇങ്ങനെ ഇതൊരു ചൈനീസ് ഇതാണ്. കഴിഞ്ഞോ? ഐ തിങ്ക് ഐ സ്റ്റോപ്പ് ഹിയർ. ഇനി ആർക്കെങ്കിലും സ്റ്റാമ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നല്ല പുസ്തകങ്ങളോ കവറുകളോ ചോക്ലേറ്റ് എന്തും സാറൊരു ചോദ്യം ചോദിച്ചത് അന്റാർട്ടിക് ലേക്കില് ഇത് ഫ്രീസ് ആവും. സമ്മറിൽ മാത്രമേ ലേക്ക് ആയിട്ടുള്ളൂ. വിന്റർ ഇസ് ആക്ച്വലി ഫ്രോസൺ. സമ്മറിൽ ഗ്ലേഷ്യലി മെറ്റൽ കുറവാണ്. സാറ് വരും, സാറിന് ചോക്ലേറ്റ് സാറ് വരും. അതല്ല കുഴപ്പമില്ല സാറേ, ചോദ്യം ചോദിച്ചതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? This is a good question. Thank you, sir. ചോദ്യം ചോദിച്ചു, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. സാറ് തരുന്ന മോളെടുത്തോ, നിങ്ങൾ ആരെങ്കിലും ഫാസ്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചു. 5 maybe 5 boys and 5 girls can ask questions on Antarctica, philately, climate change. ചോദിച്ചോ? അടുത്തൊന്നും അത് ഇങ്ങോട്ട് മോള് പോവാ, നേരത്തോടെ പേടിക്കണ്ട. മോള് ചോദ്യം ചോദിച്ചോ? നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ മാഷേ, നിങ്ങൾക്കും ചോദിക്കാന്ന് പറയാം ചോദ്യങ്ങള്. മോളോ? ഓ, കുറച്ച് കടന്ന ചോദ്യമായില്ല. നമുക്കിവിടെ തിരുവനന്തപുരം അക്വാട്ടിക് ബയോളജി ലാബ് എന്നുണ്ട്. ഡോക്ടർ എൻ ബാലകൃഷ്ണൻ നായർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റിയിൽ പോവാം, or maybe Kerala University പോയിട്ട് പഠിക്കാം. It's a good question, but I am not the fit person to answer you. But anyway, അക്വാട്ടിക്കിനെ ഞാനൊരു ഉദാഹരണത്തിലാണ്. 37 വർഷം മുമ്പ് ഒരു സീലാണ്. ഇത് ഞാൻ എടുത്ത പടമാണ് മോളെ. ഓക്കെ, 37 വർഷം മുമ്പ് എടുത്ത പടമാണ്. വെരി പ്രഷ്യസ്. യു ക്യാൻ സ്റ്റഡി ഫോർ അക്വാട്ടിക് ലൈഫ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചോദ്യം ചോദിച്ചോളൂ. എല്ലാരും അക്വാട്ടിക് ഒക്കെ ഓക്കെ വിത്ത് പെൻഗ്വിൻ ഓക്രിൽ നോ പ്രോബ്ലം. സാധാരണ -2 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ, സീ സർഫേസ് ടെമ്പറേച്ചർ. They can survive കാരണം they are adapted to that. നമുക്ക് മനുഷ്യർക്ക് മാത്രമാണോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷെ നമുക്കൊരു സ്റ്റെപ്പ് ഹെഡ് ആയിട്ട് ഒരു പേട തന്നെ വന്നേക്ക്. ചോദിക്കാം മോനെ. അല്ലല്ലോ, ഓക്കെ. സ്നോ പെയ്യുന്ന വളരെ കുറച്ചുകൂടെ മോനെ. വർഷങ്ങളായിട്ട് പെയ്ത സ്നോമാണ് വരുന്നത്. കാരണം വളരെ മാക്സിമം പെയ്യുന്നത് സഹാറേനെക്കാട്ടും കുറവാണ് ഇവിടെ പെയ്യുന്നത്. വരും നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ചോക്ലേറ്റ് ചോദിക്കും ഫാസ്റ്റ് ചോദിക്കും. മോള് ചോദിച്ചോ? ചോദിച്ചോ? നേരത്തെ ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? പറകിലെ കുട്ടികളും ചോദിച്ചോ? സയൻസിന് കാരിയറായിട്ട് എടുക്കാൻ താല്പര്യമുള്ളത് ചോദിച്ചോ? കാരണം ഞാനൊരു സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റ് ബൈ പാഷൻ, പ്രൊഫഷൻ, ഫിലാസഫിസ്റ്റ് ബൈ പാഷൻ, അങ്ങനെ പറയാം. നിങ്ങൾക്കും ചോദിക്കാൻ കേട്ടോ. യു ഓൾസോ കാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, ഡോണ്ട് വറി. നിങ്ങൾക്കും പ്രൈസ് കിട്ടാം. ടീച്ചർമാർക്കും ചോദിച്ചിരിക്കാം. ടീച്ചർമാർക്കും ചോദിച്ചിരിക്കാം. ചോദ്യം ചോദിച്ചോ?
പെൻഗ്വിൻസ് നമ്മുടെ റീജിയനിൽ കൊണ്ടിട്ടുണ്ടാവും. അന്റാർട്ടിക്കയിൽ തന്നെ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് 60 കോർഡിനേറ്റ്സ് ഓഫ് എംപറർ പെൻഗ്വിൻസ് വാനിഷ് ആയി. ടെമ്പറേച്ചർ റൈസ് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുകൊണ്ടിട്ടുണ്ട്. അവരുടെ തന്നെ ചത്തുപോയി. ആ ടെമ്പറേച്ചർ റൈസ് ചെയ്തുകൊണ്ട് അവരുടെ ചത്തുപോയി. വേറെ ഒന്നും വേണ്ട, മോളെ വെട്ടി പുറത്തേക്ക് നിർത്തിയാലേ ഡൽഹിയിലോ ആഗ്രയിലോ രാജസ്ഥാനിലോ പോയാലേ ഈ വർഷം 50 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. ആലോചിച്ച് 50 ഡിഗ്രി ഹീറ്റ് വേവ് എന്നുള്ള കണ്ടീഷനാണ്. അത് വളരെയധികം പാടുള്ള കാര്യമാണ്. തിങ്സ് ആർ വെരി ബാഡ് ആൻഡ് അവിടെ ഇങ്ങോട്ട് കൊണ്ടിട്ട് അവിടെ നിന്നിട്ടുണ്ടാവും. ഇവർ ബാക്ക്ഗ്രൗണ്ട് അപ്ലോസ്. സാറേ, നമ്മുടെ ഈ എക്സ്പെഡിഷനിലെ അവിടുത്തെ മിനറൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു റിസർച്ച് നടത്തുന്നുണ്ട്. സാറിനൊരു കവർ തരാമോ? സാറിനൊരു പേട തരാം. ഒരെണ്ണം ക്ലീൻ ചെയ്തിട്ട് ഇനി വരൂ. ഫാസ്റ്റ് വരൂ. ചോദ്യം കഴിച്ചോ? മുളക് മുളക് ചോദ്യം ചോദിച്ചോളേ. പറയൂ. വരൂ. ഞാനിവിടെ മൺസൂൺ സോൺ കേട്ടിട്ടുണ്ടോ? നമ്മൾ 4 മാസം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ ധാരാളം മഴ പെയ്യും. അവിടെ ഐസ് കവർ ഓൺ അന്റാർട്ടിക്ക ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാനാണ് ഗവൺമെന്റ് 15 ലക്ഷം ചെലവാക്കിയിട്ടുള്ളതാണ്. ഭയങ്കര എക്സ്ട്രീമായിട്ട് വരുന്നത്. അതിന് ഞാൻ 2 ആഴ്ച സൈലൻസ്, 2 ആഴ്ച ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഹൈ ഓൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിൽ സോനാമാർക്കിന് ഗുരുമാർ ഐസിലേക്ക് നടക്കാം. 2 ദിവസം ഒരു മറ്റൊരു ഗ്ലേഷ്യറിൽ പഠിപ്പിച്ചു. അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഗോയിങ് ടു അന്റാർട്ടിക്ക വാസ് മച്ച് മോർ ഈസിയർ ആഫ്റ്റർ ദ 2 വീക്സ് ട്രെയിനിങ്. നല്ല ടഫ് ട്രെയിനിങ് ആയിരുന്നു. ഒരു കേക്ക് വാക്ക് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ടഫ് ട്രെയിനിങ് ആയിരുന്നു. ഹൈ ഓൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ. Give a big round of applause. Wow. Good. That's just it. ഫസ്റ്റ് റിസർച്ച് ലാബ് നമ്മൾ ഐസ് ഷെൽഫിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. ദക്ഷിണ കോസ്റ്റ് നമ്മള് പുറത്തെ ടെമ്പറേച്ചറില്ലേ -100 ഉള്ളിലത്തെ ടെമ്പറേച്ചർ നമ്മൾ 25-26 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ചൂടുള്ള സാധനം ഒരു ഐസിന്റെ മുകളിൽ ഉണ്ടാവും. ശരിക്കും അതാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ ഉണ്ടായത്. 2ാമത്തെയും 3ാമത്തെയും പ്രോപ്പർ ആയിട്ടുള്ള ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഗിവ് മൈ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഓ, നല്ലൊരു കാര്യം. നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇംഗ്ലീഷ് ഓഫ് ഇമോഷൻസ് വർക്ക് ചെയ്യായിരുന്നു. ഇത് 1000 പേരുടെ അപ്ലൈസാണ്. സെലക്ട് ചെയ്തിട്ട് ഒരു പ്രൊപ്പോസൽ കൊടുക്കും. അത് സെലക്ട് ചെയ്ത് നമ്മൾക്ക് കാര്യങ്ങളൊന്നും വന്നില്ല. അത് ഓൾ ഓവർ ഇന്ത്യ വെച്ചിട്ട് അസസ് ചെയ്തിട്ട് അതിൽ സെലക്ട് ചെയ്തതാണ്. ഞാൻ അതിൽ കണ്ടിട്ട് അറിയാമാണ്. ഫോട്ടോ വാട്സപ്പ് വന്നിട്ടില്ല. അപ്പൊ അന്ന് സാറ് ദേവശിമാലൊക്കെ സെലക്ട് ഓൾ ഇന്ത്യ ഓഫ് മെഡിക്കൽ സെന്റർ ഡൽഹിയിൽ മെഡിക്കൽ സെന്റർ നടന്നു. 2 ട്രെയിനിങ് നടന്നു. പല പല കാര്യങ്ങൾ. വരൂ ഫാസ്റ്റായിട്ട് വരൂ. ധാരാളം റിസർച്ച് നടത്തുന്നത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയുണ്ട്. നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്. ഇങ്ങോട്ട് മോള്. അപ്പം നമ്മള് 3 കോഴ്സിൽ റിസർച്ച് ഉണ്ട്. ആർട്ടിക്, അന്റാർട്ടിക് ആൻഡ് ഹിമാലയൻ റീജിയൻ. ബിക്കോസ് ഹിമാലയാസ് ആസ് എ തേർഡ്. ഓക്കെ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. 3 പോലെ റിസർച്ച് ചെയ്തിട്ടുണ്ട്.
ഇതൊരു കവറാണ്, സ്പെഷ്യൽ കവറാണ്. അതിന്റെ ആപ്ലിക്കേഷൻ മിസ് അന്നാമണി എന്നതിലാണ്. അവര് വൺ ഓഫ് മോസ്റ്റ് ഫേമസ് വിമൻ സയന്റിസ്റ്റ് ആണ്. പീരിമേടുള്ള ആൾക്കാരാണ്. സി വി രാമന്റെ സ്റ്റുഡന്റ് ആണ്. ഇവര് ധാരാളം ഓസോണിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞതാണ് ഓസോൺ ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. എന്താണെന്ന് മുൻ പറയാൻ പറ്റുമോ? Question: Why do we have ozone hole over Antarctica? Why not over Trandrum? Why not over Goa? Why not over India? അത് question ആണ്. ആൻസർ എനിക്കറിയാം. ഞാൻ പറയില്ല, ആരെങ്കിലും പറയണ്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് എന്തെന്നോ ചോക്ലേറ്റ് തന്നില്ലല്ലോ. വേണ്ട, എന്നാ വേണ്ടല്ല. ആർക്കെങ്കിലും പറയാമോ? ഓക്കെ. അല്ല, ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. വരട്ടെ. വരൂ, അടുത്ത് വരൂ. എന്താണ് ചോദിക്കാനുള്ള മോൾ ആദ്യം ചോദിച്ചേ? സീറോ. കാരണം ഐസ് ആൻഡ് മോർ ഐസ്. ബേസിക്കലി സോ മച്ച് ഓഫ് ഐസ് ഓവർ ഇങ്ങോട്ട് കാരണം ഐസ് ഉള്ള അതും കൂടാതെ പല പല കണ്ടിട്ടുണ്ട്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വെജിറ്റേഷൻ ഓൾമോസ്റ്റ് സീറോ ആണ് അവിടെ. കാരണം മണ്ണില്ല, ഐസാണ്. അതുകൂടാതെ ധാരാളം കണ്ടീഷൻസ് വേണം, ന്യൂട്രിയൻസ് വേണം. നിങ്ങൾ ബോട്ടണി പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ പല പല കാര്യങ്ങൾ വേണം. ആലോചിച്ചുമ്പോൾ പറഞ്ഞു ഞാൻ പ്രൈസ് തരാം. അല്ല, ഇത് അയണോസ്ഫിയർ ധാരാളം അയോണിക് ഉണ്ടാവും, സോളാറിന്റെ ഉണ്ടാവും. ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു ബേർഡിന്റെ പിക്ചർ തരാം. നൈസ് ബേർഡ് പിക്ചർ. ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. നിങ്ങള് സ്റ്റാമ്പ് കളക്ട് ചെയ്യുക. സ്റ്റാമ്പ് നല്ലൊരു എഡ്യൂക്കേഷണൽ ടൂളാണ്. കൺട്രി കറൻസി. ഓക്കെ, സാർ ചോദിച്ചോ. ഓക്കെ, ആക്ച്വലി ഒരു മൂവി ഉണ്ട്. ഒരു മൂവിയുടെ 10 കോസ്റ്റേഴ്സ് അതൊരു മൂവി ഉണ്ട് സാർ. അതേടാ അതിന് സാറിന് പ്രൈസ് തരാം. പേടാ ചെയ്യൂ. ലസണോ? I will just show a small video why stamp collection is important. Stamp collection is an educative tool. നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റിനെ പറ്റിയിട്ട്, ഇന്ത്യൻ ആർട്ടിസ്റ്റിനെ പറ്റിയിട്ട്, ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഹെറിറ്റേജ്, ഇത് കൂടാതെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. ചില സ്റ്റാമ്പുകൾ, റയറായിട്ടുള്ള സ്റ്റാമ്പുകൾ ഒരു 5-10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബിക്കം സോ മച്ച്. ഞാൻ കോവിഡ് പീരീഡ് നടന്നൊരു കഥ പറയാം. നമ്മുടെ ഗോവ മെസ്മാറ്റിക് സൊസൈറ്റി 2 സ്പെഷ്യൽ അവാർഡ്സ് ആണ്. ഒന്ന് മെന്റൽ തറാം, പ്ലാസ്മ തറാം. ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിക്കാം. വൈ സ്റ്റാമ്പ് കളക്ഷൻ ഇസ് ഇമ്പോർട്ടന്റ്. ഒരു മിനിറ്റ് സാർ. അല്ല, ഇത് ജസ്റ്റ് ഇമേജ് ക്ലോസ് ചെയ്ത ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചു. വെരി നൈസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. സാറിന്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. താങ്ക് യു സാർ. സാർ, ഇത് അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിൽ അല്ല, ഇങ്ങോട്ട് കൊടുക്കുന്ന രീതിയിൽ. താങ്ക് യു. അത് മോൻ സാറിനെ വിളിക്കാം. മറ്റൊരു മൂവി കാണിക്കാമായിരുന്നു. ഓക്കെ, already different colors ഒക്കെ ഉണ്ടാവുന്നത് we call it 9 lives of water. Anyway, that's actually a very very difficult question. No problem. Okay, നല്ല ചോദ്യങ്ങളാണ്. come. ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഇതാണ്. ഈ നമ്പറാണ് പിൻകോഡ് എന്ന് പറയുന്നത്. നല്ല ക്വസ്റ്റ്യൻ. ഇത് 3 പേരുടെ ഇതുണ്ടായിരുന്നു. ഒന്ന് ഇങ്ങേര്
ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗിന്റെ ആളാണ്. പ്രൊഫസർ PR പിഷാരടി എന്ന് പറഞ്ഞിട്ടാണ്. പിഷാരടി സാർ CV രാമന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. എന്റെ പ്രൊഫസർ അനന്തകൃഷ്ണനായിരുന്നു. അത് ഇപ്പം ഇതിന്റെ നമ്പർ പിൻ കോഡ് ഓഫ് ആക്ച്വലി കൊച്ചിൻ യൂണിവേഴ്സിറ്റി തൃക്കാക്കരയാണ്. അതിന്റെ നമ്പറാണ്. അതുകൂടാണ്ട് അതിന്റെ റിലേറ്റഡ് ഉള്ള അതാണ്. ഇങ്ങനെ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ആയിരുന്നു. ഒരു മീറ്റിയോറോളജിസ്റ്റ് ആയിരുന്നു. ഫിസിക്കൽ ഓഷനോഗ്രാഫ് പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സലന്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ് മോനെ. We went from Goa, not from South Africa. The recent people are going from there. Now it is much more easier. The research earlier was actually focused on ocean, but now they actually changed from ocean to come. ഞാൻ എന്തൊക്കെയാ നോക്കണേ? ചോക്ലേറ്റ് Can I get the snake? ഓ ഗുഡ്. ആദ്യമായിട്ട് നോക്കാൻ ഇന്നോട്ട് ഗോവൻ സ്നേക്സ് ധാരാളം. അതിൽ സാർ ആ മൂവി ഇട്ടുണ്ട് സാർ. വെരി നൈസ് സ്നേക്ക്. ഓക്കെ സാർ അതിലൊരു മൂവി ഉണ്ട്. ജസ്റ്റ് മൂവി ഇടുക. ജസ്റ്റ് മൂവി മാത്രം let them see process and the word 5 മിനിറ്റ് കണ്ടോ സർ ഈ മാഡമാണോ വളരെ അണ്ണാമണി മാഡം 1960 അതന്നെ തന്നെ സാറേ അതിന്റെ വോളിയം കൂട്ടിക്കോളൂ. ആ വോളിയം